ഇതുവരെ ഫലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും മാത്രം പ്രശ്നമായിരുന്നു ഗസയിലെ യുദ്ധം. ലോകശക്തി രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഹൂതികളുടെ നിലവിലെ നീക്കം. ജനങ്ങൾ ഫലസ്തീനൊപ്പവും അധികാരികൾ ഇസ്രായേലിനൊപ്പവും നിന്നപ്പോൾ ലോകത്തിൻ്റെ സംസാര വിഷയം തന്നെ ഹമാസും ഗസയും മാത്രമായി മാറി. അപ്പോഴും ഈ യുദ്ധം സാമ്പത്തികമായും പാരിസ്ഥിതികമായും ആ ജനവിഭാഗത്തെയും ആ രാജ്യങ്ങളെയും മാത്രം ബാധിക്കുന്നതുമായിരുന്നു. എന്നാൽ യമനിലെ ഹൂതികൾ രംഗത്തിറങ്ങിയതോടെ യൂറോപ്പിനെ ആകെ ബാധിക്കുന്ന വിഷയമായി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം മാറി. ഇസ്രായേൽ ഉടമസ്ഥയിലുള്ളതോ ഇസ്രായേലിലേക്ക് പോകുന്നതോ ആയ ഏതെങ്കിലും കപ്പൽ ചെങ്കടലിൽ കടന്നാൽ ഞങ്ങളത് പിടിച്ചെടുക്കും എന്നതായിരുന്നു ഹൂതികളുടെ ഭീഷണി. അവരത് പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. പഴയ ഹൂതികളല്ല ഇന്നത്തെ ഹൂതികൾ. ചോപ്പറും കൃത്യമായ മിസൈൽ സംവിധാനവുമുള്ള സംഘമാണിന്നവർ. നിരവധി കപ്പലുകൾ ഹൂതികൾ പിടിച്ചതോടെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഹൂതികളെ പ്രതിരോധിക്കാൻ ഒരു സഖ്യനാവൽ സേനയൊരുക്കി. ബ്രിട്ടൻ, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, നോർവേ, സിസീൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളെയാണ് അമേരിക്ക സേനയുടെ ഭാഗമാകാൻ ക്ഷണിച്ചിരുന്നത്. കൂടെ ഓസ്ട്രേലിയ, ഈജിപ്ത്, സൗദി രാജ്യങ്ങളെയും. എന്നാൽ ഫലസ്തീന് ഐക്യദാർഢ്യമറിയിച്ച് ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ US പ്രഖ്യാപിച്ച നാവിക സംരക്ഷണ സേനയിൽ അണിചേരാൻ വിസമ്മതിച്ച് സഖ്യരാഷ്ട്രങ്ങളായ സ്പെയിനും ഓസ്ട്രേലിയയും പിൻവാങ്ങി. സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ലെന്ന് ഇരു രാഷ്ട്രങ്ങളും USനെ അറിയിച്ചു. യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും സംയുക്ത സമുദ്രതീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാമെന്നും നെതർലാൻഡും നോർവേയും അറിയിച്ചു. നെതർലാൻഡ് 2ഉം നോർവേ 10ഉം നാവിക ഉദ്യോഗസ്ഥരെയാണ് അയക്കാൻ തീരുമാനിച്ചത്. സഖ്യത്തിൽ ചേരാൻ US ക്ഷണിച്ച ഈജിപ്തും സൗദിയും വിട്ടുനിൽക്കുകയാണ്. ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളാണ് രണ്ടും. ഏതെങ്കിലും തരത്തിൽ സഖ്യസേനയെ സഹായിച്ചാൽ അത് തങ്ങളുടെ കുഴിതോണ്ടലായിരിക്കുമെന്ന് ഇരുവർക്കും നന്നായി അറിയാം. പൊതുജന വികാരം മാനിക്കാതെ ഈജിപ്തിനും സൗദിക്കും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിക്കില്ല. ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനായി ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലാണ് US സേനയെ പ്രഖ്യാപിച്ചിരുന്നത്. മധ്യേഷ്യൻ സന്ദർശനത്തിനിടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ്റേതായിരുന്നു പ്രഖ്യാപനം. ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭം എന്നാണ് സേനയെ ലോയിഡ് വിശേഷിപ്പിച്ചത്. ഗസ മുനമ്പിലെ നെഞ്ചുറപ്പുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന ഇസ്രായേൽ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലൂടെയുള്ള ഇസ്രായേലി കപ്പലുകൾ തടയും എന്നതായിരുന്നു ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരിയുടെ പ്രഖ്യാപനം. US സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിനു പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മുക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാകും എന്നാണ് ഹൂതി നേതാവ് പറഞ്ഞത്. ഈ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് US സഖ്യരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾക്ക് പ്രഹരശേഷിയും കൃത്യതയുമുണ്ടെന്ന് US ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഹൂതികളുടെ ആയുധപ്പുരയിൽ സജ്ജമാണ്. ഇതുകൂടാതെ ചെങ്കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഹൂതികൾ അവകാശപ്പെടുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ചെങ്കടലിലെ കളി കൈവിട്ടതാകുമെന്ന് US സഖ്യരാഷ്ട്രങ്ങൾ കരുതുന്നു. നിലവിൽ യമനിലെ ഹൂതികളും ലെബനാനിലെ ഹിസ്ബുള്ളയും മാത്രമാണ് ആയുധമേന്തി ഫലസ്തീന് പിന്തുണ നൽകിയിട്ടുള്ളത്.